നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ഞാൻ ഓർഗാനിക് ഫുഡ് മാത്രമേ കഴിക്കുകയുള്ളൂ എന്ന് ഒരാൾ പറഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ റിയാക്ഷൻ? ഓ, അവൻ വലിയ ഒരു പരിഷ്കാരി, നമ്മളെ പോലെ സാധാരണക്കാർ കഴിക്കുന്നതൊന്നും അവന് പറ്റില്ല, അവന് സൂപ്പർ മാർക്കറ്റിൽ നിന്നും വാങ്ങുന്ന വില കൂടിയ പച്ചക്കറികൾ കഴിച്ചാൽ മാത്രമേ ഇറങ്ങുകയുള്ളൂ എന്നൊക്കെയായിരിക്കും നമ്മുടെ മനസ്സിൽ. പക്ഷേ എന്താണ് ഈ ഓർഗാനിക് ഫുഡ്? രാസവളങ്ങളും കീടനാശിനികളും ഒന്നും തളിക്കാതെ ജൈവകൃഷിയിലൂടെ മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾക്കാണ് ഓർഗാനിക് പച്ചക്കറികൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് ഓർഗാനിക് ഫുഡ്. നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ, വിഷമടിക്കാത്ത പച്ചക്കറികൾ കൊണ്ട് ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കണമെന്ന് ഒരാൾ പറയുന്നത് അഹങ്കാരമാണോ? നമ്മളിൽ ഭൂരിഭാഗം പേരും വിഷമടിച്ച പച്ചക്കറികളാണ് കഴിക്കുന്നത്. അതെന്തോ നോർമൽ സംഭവം പോലെ ആയിപ്പോയി. നമ്മൾക്ക് അങ്ങനെയാക്കി മാറ്റിയത് ആരാണ്? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. കുറച്ച് പതിറ്റാണ്ടുകൾക്ക് മുൻപ് വരെ നമ്മുടെ വീട്ടിലേക്കുള്ള പച്ചക്കറി സാമഗ്രികളെല്ലാം നമ്മൾ തന്നെ നമ്മുടെ വീട്ടിൽ നട്ടുവളർത്തി ഉൽപ്പാദിപ്പിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ അതില്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള മാർക്കറ്റുകളിൽ നിന്നും നമ്മൾ സാധനം വാങ്ങും. അന്ന് ലഭിച്ചിരുന്നത് എല്ലാം ഇതുപോലെ ആരെങ്കിലും ഒക്കെ അവരുടെ പറമ്പിലും തോട്ടത്തിലും ഉൽപ്പാദിപ്പിച്ചതായിരിക്കും. പിന്നീട് തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും പച്ചക്കറികൾ വരാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ വിഷമടിച്ച പച്ചക്കറികൾക്ക് അടിമകളായത്. അതുകൊണ്ടാണ് വിഷമടിച്ചത് ആണെന്നറിഞ്ഞിട്ടും നമ്മൾ അവരുടെ പച്ചക്കറികൾ വാങ്ങുന്നത്. അത് ചീപ്പായതുകൊണ്ട് തന്നെ ഓർഗാനിക് പച്ചക്കറികൾക്ക് വിഷമടിച്ച പച്ചക്കറികളുടെ 4 ഇരട്ടി വിലയെങ്കിലും കൊടുക്കണം. അതായത് 1 കിലോ തക്കാളിക്ക് 20 രൂപയാണെങ്കിൽ 1 കിലോ ഓർഗാനിക് തക്കാളിക്ക് 60 മുതൽ 80 രൂപ വരെ കൊടുക്കേണ്ടി വരും. അത്രയും തുക താങ്ങാൻ പറ്റുന്നവർ ഓർഗാനിക് ഫുഡ് തന്നെ കഴിക്കട്ടെ. അതിനിപ്പോൾ എന്താണ് തെറ്റ്? ഭാവിയിൽ നമുക്കും സാമ്പത്തികമായി ഉന്നമനം ഉണ്ടായാൽ നമുക്കും ഓർഗാനിക് പച്ചക്കറിയിലേക്ക് മാറാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.